പത്മശ്രീ പത്മഭൂഷൺ ഭരത് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ബിക്കോസ് ഇത് ഇപ്പോ ഈ ഒരു നമ്മളെ സമകാലീന സംഭവങ്ങൾക്കിടയാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് നടന്ന കുറച്ച് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് രണ്ടുമൊക്കെ സംസാരിക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ വയനാട്ടില് മഹാദുരന്തം സംഭവിച്ചു. സോ അതിനിടയിൽ നമ്മളെ ലാലേട്ടൻ ആ ഒരു വയനാട് സന്ദർശനത്തിലേക്ക് ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന ലാലേട്ടൻ തന്റെ ടെറിട്ടറി ആർമി സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ കൊലീഗ്സിനോടൊപ്പം ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തുകയും അതിനെ തുടർന്നുണ്ടായ ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരത്തുന്ന അല്ലെങ്കിൽ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കൂട്ടം ചെന്നായ്ക്കൾ എഗെയിൻ കുരയ്ക്കുകയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആ ഒരു സംഭവം ഇന്ന് വരെ ലാലേട്ടനെതിരെ ഇങ്ങനെ നിൽക്കുകയാണ് ലൈവായിട്ട്. സോ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുകയാണ് ഞാനിപ്പോ ഇതുവരെ പറഞ്ഞത്. സോ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് ട്രോളുകൾ അത് നമ്മൾ കാണേണ്ട വേണം. ബിക്കോസ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ചെന്നായക്കൂട്ടം പറഞ്ഞ രീതിയിൽ ഈ ആരാണ് ഈ ചെന്നായക്കൂട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു ഒരു നായയാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. നമുക്ക് കണ്ട് സംസാരിക്കാം. ഇവിടെ നിന്നൊരു മൊണ്ണ പോയേക്കുക കാണാൻ ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന്. എന്തിന് സന്ദർശിച്ചു? മരത്തടി മൊണ്ണേ. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. കാരണം അവൻ ആരാന്ന് ചോദിക്കും. മനസ്സിലായി ആദ്യം തന്നെ ചോദിക്കണം, ഇവൻ എന്തിനാ ഇവിടെ വന്ന, ഇവൻ ആരാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട്. നാണം ഉണ്ടോ ഇയാൾക്ക്? എന്തോ കാണാൻ വന്നതാ. പണിയെടുക്കുകയില്ല, പണിയെടുക്കുന്നവരെ പരിഹസിക്കുക. എനിക്ക് കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത്. അങ്ങനെയാണ് ഇയാൾക്ക് എന്താണ് വയ്യേ? നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്താണല്ലോ ഇത്. ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണം ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. ഈ കഴിഞ്ഞ 3 ദിവസം പോകാറുന്നത് ഇയാളുടെ തയ്പ്പിച്ച് കിട്ടിയില്ല കേട്ടോ തുണി. അതുകൊണ്ടാ ആ പട്ടാള വേഷം ഇയാളുടെ സൈസിനൊത്തില്ല. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. എനിക്കറിയാൻ വേണ്ടി ചോദിക്കും, ഇവൻ എന്ത് ക്വാളിഫിക്കേഷൻ ഈ പറയാ അവിടെ പോകാൻ എന്ത് യോഗ്യതയുള്ളവനാ ഇവൻ? കുറച്ച് സംസ്കാരത്തോടുകൂടി സംസാരിക്കടാ പന്ന നാറിച്ചെറ്റേ. എന്ന് ചിന്തിക്കാൻ ബോധമില്ലേ? ആർക്കും ബോധമില്ലേ? എത്ര പട്ടാളക്കാർ ഈ പൊട്ടന്റെ ചുറ്റും കൂടി ഇരിപ്പുണ്ടാന്നു. ഒരു മണ്ടൻ എവിടെ നിന്ന് ഇറങ്ങിയേക്കുക. അവൻ മണ്ടൻ അതുവഴി കണ്ടിട്ട് പോട്ടെ. അവന് വേഷം കെട്ടി നടക്കുക. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. ബോധം ഇല്ലാത്തവനാണെങ്കിലും വിചാരിക്കുക. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. ശരിക്കും പറഞ്ഞാൽ ഈ ചെകുത്ത എന്ന് പറഞ്ഞ ആ മോന്റെ വീഡിയോ കാണുന്നതിൽ അപ്പുറം ഒരു ദുരനുഭവം അല്ലെങ്കിൽ അത്രയും ഗതികേട് വേറൊന്നും വരാനില്ല. അത് കണ്ടുപോവാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഈ മോൻ ഇങ്ങനെ എണീച്ച് വരും. ഇങ്ങനെ പരകായ പ്രവേശം നടത്തിയ പോലെ ഞാനാണ് എല്ലാം തികഞ്ഞാവെന്നില്ല. അതിന്റെ മുഖം കണ്ടാൽ മതി. ശരിക്കും പറഞ്ഞാൽ മുഖം ഇങ്ങനെ പിടിച്ചിട്ടില്ല. താറിട്ട റോട്ടിൽ ആ മുഖം ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ ഒരക്കണം. അങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ഓർന്ന് പുതിയ തൊലിയായിട്ട് പുതിയ മനുഷ്യനായിട്ട് വരുന്നെങ്കിൽ വരട്ടെ. അത്തരത്തിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ചെന്നായ കൂട്ടൂല്ലേ ഇങ്ങനെ ലാലേട്ടനെ വിറ്റ് ജീവിക്കുക. ലാലേട്ടൻ എന്തൊക്കെ പറഞ്ഞു അതിനെതിരെ പറഞ്ഞാൽ എന്റെ കൂടെ കുറച്ച് ആൾക്കാർ കൂടും. കുറച്ച് ഫാൻസ് ഉണ്ടാവും. വെറുതെ നടക്കുന്ന കുറെ ഫാൻസ് ഉണ്ടാവും. അവർ ചിലപ്പം കൂടുമായിരിക്കും. അല്ലെങ്കിൽ 2 തെറിവിളി കിട്ടിയാലും കുഴപ്പമില്ല, അച്ഛനമ്മക്കൊന്നും വിളിച്ചാലും പ്രശ്നമില്ല എന്ന് കരുതി സ്വയം വിറ്റ് ജീവിക്കുന്ന ഇവനൊക്കെ പോലുള്ള ഇവന്റെയൊക്കെ വീഡിയോ കാണുന്നതിലും വേറെ ഗതികേടില്ല. സോ ഈ ചെക്കൻ പറയുന്നത്, ഈ ചെകുത്താൻ എന്ന് പറയുന്നത്, ഇയാൾ എന്തിന് വയനാട്ടിൽ പോയി, ഇയാൾ ആരാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്, ഈ ആർമിക്കാർ എന്തിനാണ് ഇയാളെ ചുറ്റും നടക്കുന്നത്, ഇയാൾ കണ്ടിട്ട് പോട്ടെ, ഇയാളെ പൈസയൊക്കെ മേണിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ കണ്ടു. സോ ചോറ് കഴിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. സോ അതിലേക്കൊന്നും ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത്രേ പറയാനുള്ളൂ. ലാലേട്ടൻ എന്നൊരു വ്യക്തി ആ ഒരു വയനാട്ടിലേക്ക് വന്നത് ലാലേട്ടനായിട്ടല്ല, ഒരു സിനിമാ നടനായിട്ടല്ല ലാലേട്ടൻ വന്നത്. മോഹൻലാൽ എന്നൊരു വ്യക്തി അദ്ദേഹത്തിന് തന്റെ രാജ്യം ആദരപൂർവ്വം നൽകിയ ഒരു പദവിയുണ്ട്. അത് നമ്മൾ ടെറിട്ടറി ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ ബറ്റാലിയൻ, കണ്ണൂർ ബറ്റാലിയനിലാണ്. സോ അദ്ദേഹത്തിന് ആ ഒരു ആദരപൂർവ്വം രാജ്യം കൊടുത്ത ഒരു പദവിയാണ് ലഫ്റ്റനന്റ് കേണൽ എന്നുള്ളൊരു പദവി. സോ അദ്ദേഹം ആ ഒരു ബറ്റാലിയന്റെ ഭാഗമാണ്. ആ ഒരു ടെറിട്ടറി ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ ആ ഒരു പദവി ഏറ്റെടുത്ത് ആ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. സോ ഇത് ഡസൻ മീൻ ദാറ്റ് മൂപ്പര് ഒരു 24 hours ആർമിക്കാരനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആർമിയിലുള്ള പോലെ ആൾക്കാർ പോലെ പ്രവർത്തിക്കണം എന്നല്ല. മൂപ്പര് സിനിമയാണ് മൂപ്പരുടെ ഫീൽഡ് ആണെങ്കിൽ ഇത് നമുക്കൊരു പത്മശ്രീലം കൊടുക്കുന്ന പോലെ ആ ഒരു രീതിയിൽ കൊടുക്കുന്ന ഒരു ആദരവാണ്. സോ ഇത്തരം ഒരു ഘട്ടത്തില്
സ്വാഭാവികമായും വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം നടന്നു. കണ്ണൂരിലുള്ള ആ ഒരു ബറ്റാലിയനിലുള്ള ആൾക്കാരാണ് രക്ഷാപ്രവർത്തനത്തിൽ എത്തിയത്. ലാലേട്ടന്റെ കൊലീഗ്സ് ആണ്, ലാലേട്ടന്റെ ടീമിലുള്ള ആൾക്കാരാണ് വയനാട്ടിലേക്ക് എത്തിയത്. സോ സ്വാഭാവികമായും ലാലേട്ടൻ ആ ഒരു പദവിയിൽ ഇരിക്കുന്ന മോഹൻലാൽ എന്നൊരു വ്യക്തി അദ്ദേഹം ഇവിടെ വരികയും ആ ആൾക്കാരോട് രക്ഷാപ്രവർത്തനെ കുറിച്ച് അറിയാനുള്ള ആ ഒരു അവകാശം ലാലേട്ടനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സീൻ കാണാം. ആർമിയുടെ കൂടെയാണ് ലാലേട്ടൻ വരുന്നത്. സോ ഒബ്വിയസ്ലി ആർമി എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയക്കാർ വന്നാലും ഒരു സിനിമാ നടൻ വന്നാലും സെലിബ്രിറ്റി വന്നാലും അവരെ കൂടെ പോയിട്ട് അവർക്ക് രണ്ടു ഭാഗം ഇങ്ങനെ നിൽക്കുന്നവരല്ല ആർമിക്കാർ. സോ ലാലേട്ടൻ ആ ഒരു ബറ്റാലിയന്റെ ഭാഗമായതുകൊണ്ട്, ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി ഉള്ളത് കൊണ്ട്, അവരുടെ ടീമിന്റെ ഭാഗമായതുകൊണ്ട് അദ്ദേഹം ആ ഒരു ഒഫീഷ്യലായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്നതും ആ ഒരു ആർമി വണ്ടിയിൽ തന്നെ ലാലേട്ടനെ ആ ഒരു ആർമിക്കാര് വയനാട്ടിലേക്ക് എത്തിക്കുന്നതും കൂടെയുള്ളവരും ഫയർഫോഴ്സുമായിട്ടും അവിടെയുള്ള സന്നദ്ധ സംഘടനകളായിട്ടും ബാക്കിയുള്ള പോലീസുകാരായിട്ടും ഈ ആർമിയിലെ ഓരോരുത്തരായിട്ടും ലാലേട്ടൻ ആ ഒരു കാര്യങ്ങൾ അന്വേഷിച്ചു. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അദ്ദേഹത്തിന്റെ കടമയാണ്. ആസ് എൻ ആർമിമാൻ, ആസ് എ പാർട്ട് ഓഫ് ബറ്റാലിയൻ, ആ ഒരു ടെറിട്ടറി ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ എന്ന ആ ഒരു ബഹുമാനപൂർവ്വം അദ്ദേഹം വന്ന് ചെയ്യുന്നതാണ്. സോ ഇതിനെതിരേക്ക് ഇത്തരത്തിലുള്ള മേച്ചമായ കാര്യങ്ങൾ ഒരു വിവരവും ഇല്ലാതെ, ചോറ് തിന്നുന്ന ബുദ്ധി പോലും കാണിക്കാതെ, ഒരു ക്യാമറയും പിടിച്ചുകൊണ്ട് ഞാൻ ലാലേട്ടന്റെ കൂടെ രണ്ടെണ്ണം പറയാം എന്ന് തോന്നി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ചെകുത്താന്റെ ഒക്കെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ എടുക്കണം. ഇനി നാളെ മുതൽ ഇത്തരത്തിലുള്ള വീഡിയോകളായിട്ട് ആളുകളെ മുന്നിലേക്ക് വരാനുള്ള ധൈര്യം അവരുണ്ടാവരുത്. ബിക്കോസ് വയനാട്ടിലെ ദുരന്തങ്ങൾ നമുക്കറിയാം, അത്ര ആളുകൾ കഷ്ടപ്പെട്ടാണ്. സോ ഒരാൾക്കെതിരെ, അതും മോഹൻലാൽ എന്ന നടനെതിരെ വിടും, ഒരു ആർമി ഉദ്യോഗസ്ഥനെതിരെ സംസാരിച്ചു എന്ന രീതിയിലെങ്കിലും പരിഗണിച്ചുകൊണ്ട് സർക്കാരും ആർമിയും ഒരുമിച്ച് ചേർന്ന് ഇയാളെ പൂട്ടിക്കണം എന്നുള്ളൊരു നിലപാടെന്നാണ് എനിക്കുള്ളത്. സോ ഇത് ചെകുത്താൻ മാത്രമല്ല കേട്ടോ, ഈ ലാലേട്ടൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ആ ഒരു വീഡിയോ പ്രചരിക്കുമ്പോൾ തന്നെ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ നമ്മൾ ആ ടൈമിൽ വായിച്ചാൽ മനസ്സിലാവും. ഇങ്ങനത് എന്തിനുള്ള പുറപ്പാണ്, ഇങ്ങനെ സിനിമ ചെയ്യാൻ പോലെ, ഇനിയിപ്പോ വയനാട്ടിലേക്ക് പോയിട്ട് മറ്റുള്ളവരെ കൂടെ ദ്രോഹിക്കണം എന്ന് പറഞ്ഞ നെഗറ്റീവ് കമന്റ് വളരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് ലാലേട്ടൻ ആർമിയുടെ കൂടെ പോകുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധി, സാമാന്യ ബുദ്ധിയില്ലാത്ത മലയാളികൾ ഈ കേരളത്തിൽ ഉണ്ട് എന്ന് ആലോചിക്കുന്നത് വളരെ 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 ഗതികെട്ടൊരു അവസ്ഥയാണ്. സോ അവിടുന്ന് തുടങ്ങി ലാലേട്ടൻ വയനാട്ടിലെത്തി ആ വീഡിയോ പ്രചരിക്കുമ്പോൾ അതിന്റെ അടിയിൽ ഇങ്ങനെ തന്നെയാണ്, ഇയാൾക്ക് എന്തിനാണ് വീട്ടിലിരുന്നാൽ പോലെ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഇതിന്റെയൊക്കെ അവസാനം എന്ന് പറഞ്ഞാൽ ഈ ചെന്നായ്ക്കളൊക്കെ അണ്ണാക്കിൽ കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ക്യാമ്പിലൊക്കെ പോയി എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞിട്ട് നല്ല കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആ ടീമിന്റെ ഒപ്പം നിന്നിട്ട് മോഹൻലാൽ, പത്മശ്രീ മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ ഇതിനുള്ള പക്ക ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. അപ്പം നമ്മളൊരു 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഇത്രയേ ഉള്ളൂ. ആ മനുഷ്യൻ അവിടെ വന്നു, സ്ഥിതിഗതികൾ മനസ്സിലാക്കി, സിനിമ നടന്ന പേരിലോ ഷോ ഓഫ് കാണിക്കാനോ, ഞാൻ അവിടെ പോയി 2 മാസം വീഡിയോ ഇടാനോ, അങ്ങനെ അത്ര ബുദ്ധിശൂന്യമായ ഒരാളല്ല ലാലേട്ടൻ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ ഏറ്റവും പടി മുകളിലാണ് അദ്ദേഹം. ഇത്രയും 40 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും രാജ്യം കൊടുത്ത് അംഗീകരിച്ച പദവികളൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. വെറുതെ കുറയ്ക്കുന്ന ആളുകളെ പോലെയല്ല. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം പോയി ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി തന്റെ ആർമിയിലുള്ള ആൾക്കാർ, ബറ്റാലിയനിലുള്ള ആൾക്കാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊരു സപ്പോർട്ടായിട്ട്, അവർക്കൊരു ആർജവമായിട്ട് മൂപ്പർ അവിടെ പോയി അദ്ദേഹത്തിന്റെ പ്രസൻസ് എല്ലാവർക്കും വലിയൊരു സപ്പോർട്ടായിട്ടുള്ളത്. അവസാനം അദ്ദേഹം മാധ്യമങ്ങൾ മുമ്പിൽ ഒന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ 3 കോടിയുടെ പാക്കേജാണ് ആ ദുരിത ബാധിതർക്ക് വേണ്ടിയിട്ട്, പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ലാലേട്ടൻ കൊടുക്കാൻ പോകുന്നു. അതിനു മുമ്പ് 25 ലക്ഷം ലാലേട്ടന്റെ പേഴ്സണലായിട്ട് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 3 കോടിയുടെ പാക്കേജ്, അത് പാക്കേജ് കൂടി നിർത്തുന്നില്ല, ഇനിയും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്നത് എന്ന് തന്നെയാണ് ആ പറഞ്ഞത്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത് കണ്ടിട്ടും ആൾക്കാർക്ക് എങ്ങനെ നെഗറ്റീവ് അടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ വളരെ 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 കഷ്ടമാണ്. അതിനിടക്ക് വേറൊരു വീഡിയോ കൂടി ഇറങ്ങിയിട്ടുണ്ട്, വേറൊരു ചെന്നായ. ഇതൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ചെന്നായകളാണെന്ന് ഓർക്കണം, മനസ്സിലായ? സ്വന്തമായിട്ട് ഒരു കഴിവും ഇല്ല, സ്വന്തമായിട്ട് ഏതൊരു ഫീൽഡിലും പോയിട്ട് ഒന്ന് കാണിക്കാനുള്ള ഒരു കഴിവും ഒരു ഉണ്ണാക്കും ആർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ നീർക്കോലി തലപൊന്തിക്കുന്ന പോലെ തലപൊന്തിച്ചിട്ട് എന്നാ പിന്നെ ഞാനും ആളാവാം എന്ന രീതിയിൽ സംസാരിക്കുന്ന കുറച്ചാള്. അതും ഒന്നും കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് വരാം, ആരാണെന്ന് നമുക്ക് നോക്കണ്ടേ. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും 10, 15, 20 ലക്ഷം കൊടുക്കുമ്പോൾ 15 കോടിയും 20 കോടിയും ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരു നടൻ, അയ്യോ
പറയണ്ടേ? അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് ചെയ്യേണ്ട പൈസയുടെ ഒരു വിഹിതം മാത്രമാണ്. അതിനൊന്നും ഇല്ലേ? അതുകൊണ്ട് ഇതൊരു വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞാൻ ഇതിനെ അങ്ങനെ കാണാറൊന്നുമില്ല. ഇത് ചെറുത് വലഞ്ഞു കേറി വന്ന എനിക്ക് അറിഞ്ഞാറാൻ തയ്യാറായ പെൺകുട്ടം മനസ്സുണ്ടല്ലോ, അതാടോ മനുഷ്യത്വ ഏറ്റവും വലിയ ലക്ഷണം. കാര്യം അവർക്ക് ആ പൈസ മറ്റൊരു രീതിയിൽ അവർക്ക് ചെലവഴിച്ച് കളഞ്ഞേ പറ്റൂ. കൂടുതൽ കാണാൻ ഞാൻ നിൽക്കുന്നില്ല. ബിക്കോസ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ, വിവരക്കേടുകൾ കണ്ട് സമയം കളയേണ്ടല്ലോ നമ്മള്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചെകുത്താനെ പോലത്തെ വേറൊരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, വീഡിയോ മേക്കിംഗ് കണ്ടന്റ് ക്രിയേറ്റർ, അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചോ, അങ്ങനത്തെ ഒരുത്തനാണ് അഖിൽമാരാണ്. ബിഗ് ബോസിൽ പോയിട്ട് ഓക്കെ എന്തൊക്കെ കാണിച്ചു കൂടിയിട്ട് അവിടെ ഒരു അവാർഡ് ബിഗ് ബോസ് വിന്നർ ആയിട്ട് വന്നത്. അതിനുശേഷം മൂപ്പരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എന്തൊക്കെ വിഷയം വരും, എന്തൊക്കെ വിഷയം സമയത്ത് മൊബൈൽ അങ്ങോട്ട് ഓണാക്കും. നല്ല നാവുണ്ട്, നല്ല സ്ഫുടമായി സംസാരിക്കാൻ പറ്റും. ആ ഒരൊറ്റ കേസിൽ പിടിച്ചു നിൽക്കുന്ന ഒരു മുതലാണ്. ഫസ്റ്റ് 2-3 സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു, സിനിമയുടെ പേര് നിനക്കറിയില്ല, ജോർജിനെ വെച്ചിട്ട്. അത് അടപടലം മുഞ്ചി. ആ സമയം തൊട്ട് പിന്നെ ആ ഒരു ഫീൽഡിലേക്ക് കൈ കൊട്ടില്ല. ബിക്കോസ് അവനവൻ അറിയാവുന്ന പണി ആവില്ല. അതൊരു പണിയെടുത്ത് സിനിമ എഴുതി സ്ക്രിപ്റ്റ് ചെയ്ത് ആ സിനിമ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതിനുള്ള കഴിവ് ഒന്നുമില്ല, ശൂന്യം, വട്ടപൂജ്യം. സോ അപ്പൊ പിന്നെ സിനിമ ഫീൽഡിൽ എന്തെങ്കിലും പിടിച്ചു നിൽക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഒരു ചോറ് തിന്നുന്ന ബുദ്ധി പോലും ഇല്ലാതെ ഇത്തരമുള്ള ആളുകൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പുച്ഛം മാത്രമേ ഉള്ളൂ, വളരെ പരമമായ പുച്ഛം. സോ മൂപ്പര് പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലിനും കൊടുത്ത വലിയ ക്യാഷും ഇല്ല മാസ് കാര്യമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. 25 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ക്യാഷാണ് അവരൊക്കെ ടാക്സിന് കൊടുക്കുന്നത്. അതെന്തായാലും കൊടുത്തേ പറ്റൂ. ഇത്രപ്പോ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് CSR ഫണ്ടിലേക്കൊക്കെ കൊടുക്കുന്ന പോലെ കൊടുത്തേ പറ്റൂ. ഇതിനൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് കൊടുക്കാൻ കാണിച്ച മനസ്സിനെ മൂപ്പര് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇങ്ങനെ പോകുന്നത്. മൂപ്പര് വീട് വെച്ച് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. ശരിക്കും ഇത്തരത്തിലുള്ള വീഡിയോയിൽ കാണുന്ന സമയത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വയനാട് ദുരന്തം സംബന്ധിച്ച സമയത്ത് പല മ്ലേച്ഛമായ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിയ കുറച്ച് ആൾക്കാരെ പരസ്യമായി കൈകാര്യം ചെയ്ത വാർത്തകളും ട്രോളുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സോ അതുപോലെ ആയിരിക്കണം ഇത്തരത്തിലുള്ള ആൾക്കാരെതിരെ കഠിനമായ, വളരെ കർക്കശമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടാവണം ഇന്ന് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഇവന്റെയൊക്കെ ചുമ്മാ ഈ മൊബൈലും പിടിച്ചിരുന്നിട്ട് വർത്താനം പറയുന്ന യാതൊരു വിവരക്കേടുകൾ എന്തും വിളിച്ചു പറയാവുന്ന രീതിയിൽ മാറ്റണം. അതിൽ വളരമായ ശക്തമായ ഒരു നിയമം കൊണ്ടുവരണം. ഈ ചെകുത്താൻ പോലെയുള്ളവരൊക്കെ അവനൊക്കെ യാതൊരു പണിയില്ല. ബിക്കോസ് ഇപ്പോഴും ഉണ്ട് അവന് 3 ലക്ഷത്തി 2 ലക്ഷത്തി ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് ശരിക്കും ഇങ്ങനത്തെയുള്ള കീടങ്ങളെ, അണുക്കളെ വളർത്തുന്നത് എന്ന് പറയും. ബിക്കോസ് ഫാൻസ് ഉണ്ടല്ലോ, പറയുമ്പോൾ കേൾക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇതൊരു പേഴ്സണൽ അവകാശം, എന്റെ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷെ അവരോടുള്ള വളരെ പുച്ഛമാണ്. പക്ഷെ ഗവൺമെന്റും ഇതിനെ വളരെ കർക്കശമായിട്ട് നടപടി എടുത്ത് തന്നെ പോകണം. ബിക്കോസ് ഇങ്ങനൊരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളെ വളരെ മ്ലേച്ഛമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന സമയത്തൊക്കെ ഈ വീഡിയോകൾ പരിശോധിക്കാനും അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പൊ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ സംസാരിച്ചുകൊണ്ട് അഖിൽമാരെ അതിനെതിരെ കേസെടുത്ത പോലെ ഈ ചെകുത്താനെതിരെയും ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. നമ്മളെ സപ്പോർട്ട് കാണുമ്പോഴാണ് മൂപ്പർക്ക് ഞാനൊക്കെ വളരെ വലിയ സംഭവമാണ് എന്ന് തോന്നിയിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ, തെണ്ടിത്തരങ്ങൾ കാണിക്കാനുള്ള ഒരു ധൈര്യം കൊണ്ടുവരുന്നു. അത് നമ്മൾ തന്നെ നിർത്തി കൊടുക്കണം. നമ്മൾ തന്നെ വളർത്തിയവൻ നമ്മൾ തന്നെ കെടുത്താനും നമ്മൾ പഠിക്കണം. ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം, ഒടിയൻ എന്ന സിനിമ റിലീസ് ആയതിനു ശേഷം, ആ സിനിമ ഫ്ലോപ്പ് ആയതിനു ശേഷം മോഹൻലാൽ എന്ന നടനെതിരെ അല്ലെങ്കിൽ ആ മനുഷ്യനെതിരെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ആ കാലം മുതൽ ഇന്നേ ദിവസം വരെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന് ലാലേട്ടൻ ലാലേട്ടൻ ഒരു വിക്ടിമായി കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ലാലേട്ടൻ എന്ത് പറഞ്ഞാലും അതിനെതിരെ ട്രോളുക. ലാലേട്ടൻ ഒരു ഷോ നടത്തിയാൽ അതിന് ലാലേട്ടനെ കുറ്റം പറഞ്ഞ ആൾക്കാർ മുമ്പോട്ട് വരിക. ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിലേക്ക് പോയിട്ട് ഇന്റർവ്യൂവിൽ നടക്കുന്ന കാര്യങ്ങൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെതിരെ ഒരുമാതിരി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുമാതിരി ഒരു വിവരവും ഒന്നുമില്ലാത്ത കുറെ എണ്ണം ഇങ്ങനെ വേട്ടനായ്ക്കളെ പോലെ ലാലേട്ടനെതിരെ കുരച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ അത് മാത്രമല്ല, ലാലേട്ടനെതിരെ ഭയങ്കരമായ ബോഡി ഷേമിങ് കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. അത് ഫാൻ ബേസിന്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലാലേട്ടൻ ഒരു പോസ്റ്റിന്റെ കീഴിലുള്ള ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാലേട്ടനുമായിട്ട് മോഹൻലാലുമായിട്ട് സംബന്ധിച്ച ഏതൊരു കാര്യത്തിനും ഒരു ആവശ്യവുമില്ലാണ്ട് ലാലേട്ടന്റെ ആ ഒരു പോസ്റ്റിന്റെ കീഴിലും സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായോ അദ്ദേഹത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ എന്താ പറയാ, ഇങ്ങനത്തെ കുറെ ഡാഷ് ആൾക്കാർ അതൊരു കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. പക്ഷെ നല്ല കാര്യങ്ങള് നമുക്കൊരു അഭിപ്രായം എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നവരുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാനും
അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന മൂവികൾക്കെതിരെ, അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റിനെതിരെ, എന്തിനാണ് ഇത്തരം സ്ക്രിപ്റ്റുകൾ തെരഞ്ഞെടുക്കുന്നത് എന്ന രീതിയിൽ ഞാനും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇടയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വളരെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. ഇത് അങ്ങനെയല്ല. ഇത് വളരെ കരുതി കൂട്ടി മോഹൻലാൽ എന്ന നടനെ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന മനുഷ്യനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ചെന്നായികൾ, ഒരു കൂട്ടം ആ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, അത്തരത്തിൽ ഉപയോഗിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത്, എനിക്കറിയാം. സോ അത്തരത്തിലുള്ള വേട്ടപ്പട്ടികൾ അല്ലെങ്കിൽ ഈ വിവരം കെട്ട കുറെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറെ നായ്ക്കളുണ്ടല്ലോ, അതേപോലെ വന്ന് ആക്രമിക്കുന്ന കുറെ ആൾക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മോഹൻലാൽ എന്ന നടനെതിരെ അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ, ആ മനുഷ്യനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഈ ട്രെൻഡ് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, മോഹൻലാൽ എന്നൊരു മഹാമേരു, മോഹൻലാൽ എന്ന് മലയാള സിനിമക്കും ഇന്ത്യൻ സിനിമക്കും അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ, മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്ത സംഭാവന നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. 1989 മുതൽ ഇന്ന് വരെ, അതായത് ഒരു 3 ജനറേഷൻ ആൾക്കാരെ 80s-ലും 90s-ലും 2000-ലും ഇപ്പൊ 2024 എത്തി നിൽക്കുന്ന സമയത്ത് ഈ ജനറേഷനിലെ കുട്ടികളെ പോലും ലാലേട്ട എന്ന് വിളിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു സ്റ്റാർഡം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ മലയാള സിനിമയിൽ. അദ്ദേഹത്തിന്റെ അത്രയും സ്റ്റാർഡമുള്ള ഒരു നടൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. സോ അദ്ദേഹത്തിന്റെ ആ കഴിവും പരിശ്രമവും കഠിനാധ്വാനവും തന്റെ വർക്കിനോടുള്ള ഡെഡിക്കേഷനും, സിനിമയെ അത്രത്തോളം അദ്ദേഹം ജീവനധികം സ്നേഹിക്കുന്നു, അത് നമുക്ക് അറിയാം. അദ്ദേഹം കടന്നു വന്ന വഴികൾ, അദ്ദേഹം അതിലേക്ക് കൊണ്ടുവന്ന ഡെഡിക്കേഷനുകൾ, അതൊക്കെ നമുക്കറിയാം. എന്നിട്ടാണ് ആ മനുഷ്യൻ ഈ 4 പതിറ്റാണ്ടായി 40 വർഷത്തോളം കാലം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു മഹാമേരു, ഒരു അത്ഭുതമായിട്ട് നമ്മുടെ സ്ക്രീനുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും അദ്ദേഹത്തിന് നൽകിയ ആദരങ്ങൾ അത് ഒരുപാടുണ്ട്. ലോക സിനിമയിൽ തന്നെ നമുക്കിപ്പോ മലയാള സിനിമ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് ഈ നടന്മാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഇത്ര നടന്മാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിലൊരാൾ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. സോ അത്തരത്തിലുള്ള ആളെതിരെ, അത്തരത്തിലുള്ള കലാകാരനെതിരെ, അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് സോഷ്യൽ സർവീസുകളും ഫൗണ്ടേഷൻസുകൾക്ക് ഉടമയാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് സംഭവം വരുന്നു? ഇതൊന്നുമല്ല, മാങ്ങ ഇല്ല മാവിന് മാത്രമേ ആൾക്കാർ കല്ലെറിയൂ, അല്ലെങ്കിൽ മാങ്ങ ഇല്ലാത്തൊരു മാവിന് കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ അത് വ്യക്തമായിട്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന അല്ലെങ്കിൽ സ്വയം ഇൻഫ്ലുവൻസർ ആണ് എന്ന് കരുതുന്ന കുറെ പറ്റം ചെന്നായ്ക്കൾ ഉണ്ട് ഇതിന് പുറമെ. അതിപ്പോ ഫാൻ ബേസ് ആയിക്കോട്ടെ, വളരെ ഡേർട്ടി ഫാൻ ബേസ്, നമുക്ക് ഫൈറ്റ്സും കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്, നമുക്കറിയാം. സോ അത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ 2 കുറ്റം പറയുക. മോഹൻലാൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും മോഹൻലാലിനെ പുകഴ്ത്തും, എല്ലാതും ഭയങ്കര നടനാണെന്നൊക്കെ പറയും. പക്ഷെ മോഹൻലാലിനെതിരെ ഒരു നെഗറ്റീവ് ന്യൂസും നമ്മൾ പറയുകയാണെങ്കിൽ, അത് നമ്മൾ ചാനൽ വന്നിരുന്ന് പറയുകയാണെങ്കിൽ, ആ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെതിരെ പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടും. സോ ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചെറ്റവർത്താനം ലാലേട്ടനെതിരെ പറഞ്ഞാലും കുഴപ്പമില്ല, അത് വിറ്റ് ഞാൻ അന്നം കഴിക്കും അല്ലെങ്കിൽ ആഹാരം കഴിക്കും, ചോറ് വാങ്ങി തിന്നാൻ നിൽക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. സോ ലാലേട്ടനെ കുറ്റം കഴിഞ്ഞ് ലാലേട്ടന്റെ രോമം പോലും വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സോ അത് ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ചെയ്യുന്നത്. സോ ലാലേട്ടനെതിരെ പറയാം, മമ്മൂക്കേനെതിരെ പറയാം, ബാക്കി ചെറിയ ചെറിയ ആൾക്കാരെതിരെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇത്തരത്തിലുള്ള ആൾക്കാരെതിരെ പറയുന്ന സമയത്ത് അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാവുന്നു, അതൊരു സംസാര വിഷയമാകുന്നു, അതൊരു വൈറൽ കണ്ടന്റ് ആകുന്നു എന്ന രീതിയിൽ വളരെ ആസൂത്രണമായിട്ട് ലാലേട്ടനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന വളരെ നീചമാരായ ഒരു ആൾക്കാരുടെ കൂടെയാണ് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. വീടിന്റെ അവസാനത്തിൽ പറയട്ടെ, ലാലേട്ടൻ എന്ന് വരുന്ന വ്യക്തി നമ്മൾ വിചാരിക്കുന്നത് മുകളിൽ എന്ന് പറഞ്ഞാൽ വളരെ മുകളിലാണ്. ബിക്കോസ് മൂപ്പർ ഒരുപാട് ജീവിതം കണ്ടയാണ്. ലൈഫിൽ ഇനി നേടാൻ എന്തൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബാക്കി എല്ലാം നേടിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. 10-40 വർഷമായി സിനിമാ ഫീൽഡിൽ നിൽക്കുന്നത്. മൂപ്പര് ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല. സിനിമയിൽ തന്നെ ഒരു മഹാമേരു എന്ന രീതി, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ, മലയാള സിനിമയിൽ, ലോക സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ എന്ന് ചോദിച്ചാൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരാളാണ് ശ്രീ ലാലേട്ടൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഇതിനോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്കറിയാം, അദ്ദേഹം ഒരിക്കലും പ്രതികരിക്കാൻ പോകുന്നില്ല. ആളുകൾ പറയും ആനപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഒരാളെ നോക്കിയിട്ട് നായി താഴ്ന്ന് കുറച്ചുകൊണ്ടേയിരിക്കും. ആന മൈൻഡാക്കിയാൽ ആനയുടെ മുകളിൽ ഇരിക്കുന്ന ആൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. സോ അദ്ദേഹം ഒരിക്കലും ഇതിനെതിരെ പ്രതികരിക്കാനോ കാര്യങ്ങളൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പട്ടികൾ കുറച്ചുകൊണ്ടേയിരിക്കും, ലാലേട്ടൻ പറന്ന് ഉയർന്നുകൊണ്ടേയിരിക്കും. അത് ലാലേട്ടനായാലും മമ്മൂക്കായാലും ആരായാലും ഇത്തരത്തിലുള്ള കീടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ആൻഡ് ടേക്ക് കെയർ.